തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 300ഓളം വാർഡുകളിൽ UDF വെൽഫെയർ പാർട്ടി സഖ്യം. വെൽഫെയർ പാർട്ടി ചിഹ്നമായ ഗ്യാസ് സിലിണ്ടറിലാണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. പ്രാദേശികമായി എതിർപ്പുള്ള ഇടങ്ങളിൽ പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥിയായും വെൽഫെയർ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ മത്സരരംഗത്തുണ്ട്. അതേസമയം വെൽഫെയർ പാർട്ടി ബന്ധത്തിനെതിരെ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ്. CPM-ന് പുറമെ മുഖ്യധാര മുസ്ലിം സംഘടനകൾ UDF വെൽഫെയർ പാർട്ടി സഖ്യത്തിനെതിരെ ശക്തമായി രംഗത്തുണ്ട്. പക്ഷേ ഈ എതിർപ്പൊന്നും UDF-നെ പിന്തിരിപ്പിച്ചില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 300-ലധികം വാർഡുകളിൽ UDF വെൽഫെയർ പാർട്ടി സഖ്യമായി മത്സരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലും 10ഓളം നഗരസഭകളിലും 111 ഗ്രാമപഞ്ചായത്തുകളിലുമായാണ് കൂട്ടുകെട്ട്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് സഖ്യം. ഇതിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ. 30ഓളം പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗ് സീറ്റുകൾ വെൽഫെയറിന് നൽകി. കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ 2ഉം, ചങ്ങരോത്ത് പഞ്ചായത്തിൽ കോൺഗ്രസ് ജയിച്ച സീറ്റുൾപ്പെടെ 2ഉം, കൊടിയത്തൂർ, തിരുവള്ളൂർ, ആയഞ്ചേരി, വേളം തുടങ്ങിയ പഞ്ചായത്തുകളിലും വെൽഫെയർ UDF സഖ്യമുണ്ട്. വയനാട്ടിലെ വൈങ്ങിരപ്പള്ളിയിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവ് മത്സരരംഗത്തുണ്ട്. എറണാകുളം ആലങ്കോട് ബ്ലോക്കിലും കോട്ടയം ഈരാറ്റുപേട്ട പഞ്ചായത്തിലും പരസ്യസഖ്യം. ഭൂരിപക്ഷം വാർഡുകളിലും വെൽഫെയർ പാർട്ടി ചിഹ്നമായ ഗ്യാസ് സിലിണ്ടറിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത്. കോൺഗ്രസിന് സ്വാധീനമുള്ള ചിലയിടങ്ങളിൽ പ്രാദേശികമായ എതിർപ്പുയർന്നു. ഇവിടെ പാർട്ടിയുടെ പേരും ചിഹ്നവും ഒഴിവാക്കി. UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി. വടകര നഗരസഭയിലെ 18-ാം വാർഡിൽ ഇങ്ങനെ മത്സരരംഗത്തുള്ളത് വെൽഫെയർ പാർട്ടിയുടെ വനിതാ സംഘടനയായ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൗസിയ ആരിഫാണ്. UDF RMPI സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. UDF-മായി ധാരണയിലെത്താൻ കഴിയാതെ തനിച്ചു മത്സരിക്കുന്ന ഇടങ്ങളുമുണ്ട്. കഴിഞ്ഞ തവണ UDF സഖ്യമായി മത്സരിച്ച് 3 വാർഡുകളിൽ വെൽഫെയർ പാർട്ടി ജയിച്ച മുക്കം നഗരസഭയിൽ ഇത്തവണ ധാരണയില്ല. മലപ്പുറം ജില്ലയിൽ ലീഗ് സിറ്റിംഗ് സീറ്റുകൾ പലതും വെൽഫെയർ പാർട്ടിക്ക് നൽകിയതിനെതിരെ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുയർന്നു. പുറമെ ഇരുവിഭാഗം സമസ്ത നേതാക്കളും ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദ ആശയം ചൂണ്ടിക്കാട്ടി വെൽഫെയർ പാർട്ടി ബന്ധത്തിനെതിരെ ശക്തമായി രംഗത്തുണ്ട്. പക്ഷേ സഖ്യമല്ലെന്നും പ്രാദേശിക നീക്കുപോക്കുകളാണെന്നുമാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ വിശദീകരണം. ഇതേ വാദഗതികളൊക്കെ പറയും. പക്ഷെ ഞങ്ങൾ UDF-ൽ ഘടകകക്ഷിയല്ല, മുന്നണിയില്ല, സഖ്യമില്ല, ഒന്നുമില്ല. പ്രാദേശികമായി അവർ ഞങ്ങളെ ചിലയിടങ്ങളിൽ സഹായിക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു സഹായിക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. മുഖ്യധാരയിൽ വലിയ ചർച്ചയാക്കാതെ LDF-ന് കൈകൊടുത്ത പഴയ രീതിയല്ല പുതിയ കാലത്തെ വെൽഫെയർ പാർട്ടിക്ക്. UDF ബന്ധം പരസ്യമായി പ്രഖ്യാപിച്ച് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവുകയാണ് ജമാഅത്തെ ഇസ്ലാമി. വിമർശനങ്ങൾ തൽക്കാലം പരിഗണിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് UDF നേതൃത്വം. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.